ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വാട്ട്സ് ഇൻ മൈ മേക്കപ്പ് ബാഗ് വീഡിയോ ആയിട്ടാണ്. ഇത് ബാഗൊന്നും അല്ല കേട്ടോ, ചെറിയൊരു ബോക്സാണ്. ഞാൻ നാട്ടിലേക്ക് വരുന്ന സമയത്ത് പാക്കിങ്ങിൻ്റെ ഒക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ബോക്സ് ആക്കിയിട്ട് കൊണ്ടുവന്നതാണ്. ഇതിൽ ഞാൻ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ എൻ്റെ ഫേസ് സിറം കാണിക്കാം കേട്ടോ. ഇത് ഡെർമാക്കോടെ 10% വൈറ്റമിൻ സി ഫേസ് സിറാണ്. നമ്മുടെ മുഖത്തുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ ആക്നെയൊക്കെ കുറയ്ക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പക്ഷേ ഞാനിത് വാങ്ങിച്ചത് വൻ മണ്ടത്തരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം യൂസ് ചെയ്തപ്പോൾ ഇത് 10% ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എൻ്റെ ഫേസിലൊക്കെ പിമ്പിൾസ് വരാൻ തുടങ്ങി. ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ, പക്ഷേ അത്രയും പെർസെൻറ്റേജ് നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളൊക്കെ സ്റ്റാർട്ടിംഗ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് പെർസെൻറ്റേജ് ഉള്ള സിറം മാത്രം യൂസ് ചെയ്താൽ മതി. അടുത്തത് എൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ. ലോട്ടസിൻ്റെ സൺസ്ക്രീനാണ്. ഇത് SPF 50 ആണ് വരുന്നത്. ജെൽ ടൈപ്പാണ്. വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. പക്ഷേ ലോട്ടസിൻ്റെ തന്നെ ഒരു സൺ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൺസ്ക്രീൻ ഉണ്ട്. അത് അത്യാവശ്യം വൈറ്റ് കാസ്റ്റും തരുന്നുണ്ട്, അതുപോലെ വേർക്കുന്നുണ്ട് പെട്ടെന്ന്. ഇത് പക്ഷേ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു SPF 50 ഉള്ളൊരു സൺസ്ക്രീനാണ്. അടുത്തതൊരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഐഷാഡോ പാലറ്റാണ് കേട്ടോ. സ്വിസ് ബ്യൂട്ടിയുടെ ആണ്. ഒരു 200 റേഞ്ചിലൊക്കെയാണ് റേറ്റ് വരുന്നത്. ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. എനിക്കിത് സത്യം പറഞ്ഞാൽ യൂസ് ചെയ്യാനൊന്നും അറിയില്ല, എന്നാലും ഞാൻ അറിയുന്ന പോലെ യൂസ് ചെയ്യാറുണ്ട്. അടുത്തത് ഇൻസൈറ്റിൻ്റെ ഒരു പ്രോ കൺസീലർ പാലറ്റാണ്. ഇത് കൺസീൽ ചെയ്യാനും കറക്റ്റ് ചെയ്യാനും കോണ്ടൂർ ചെയ്യാനും പറ്റും. ഇതിൻ്റെ നടുക്കുള്ള ഈ ഓറഞ്ച് കളർ കറക്റ്റർ മാത്രമേ ഞാൻ ഇതിൽ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. ബാക്കിയൊന്നും എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയിട്ടില്ല. ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു 185 റേഞ്ച് എങ്ങാണ്ടുമാണ് കേട്ടോ. ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, അതുപോലെ തന്നെ ബിഗിനേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളർ കറക്റ്ററാണ് കേട്ടോ. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു കളർ കറക്റ്ററാണ്. നെക്സ്റ്റ് ഒരു ചെറിയൊരു കണ്ണാടിയാണ് കേട്ടോ. ഇത് എപ്പോഴും എൻ്റെ മേക്കപ്പ് ബോക്സിലുണ്ടാകും. മുന്നത്തെ വീഡിയോസിൽ ഞാൻ ഇത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് വരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. മൈഥിലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നൈക്കയുടെ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതിൽ ഏതെങ്കിലും ഒരു ലിപ്സ്റ്റിക്ക് ആയിരിക്കും കേട്ടോ ബാഗിലുണ്ടാവുക. നെക്സ്റ്റ് വരുന്ന ഒരു ബ്യൂട്ടി സ്പഞ്ചാണ്. ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് എങ്ങാനുമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത്ര റേറ്റ് ഒന്നുമില്ല കേട്ടോ. അടുത്തതൊരു കൺസീലറാണ്. ഇത് ഞാൻ കളർ കറക്റ്റർ ഇട്ടതിൻ്റെ ശേഷം ഇടുന്നതാണ് കേട്ടോ ഈ കൺസീലർ. ഫൗണ്ടേഷൻ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇത് ഞാൻ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ കറക്റ്റ് ഷെയ്ഡ് നോക്കിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അടുത്തതൊരു ബ്ലഷാണ്. ഇത് മാർസിൻ്റെ ബ്ലഷാണ് കേട്ടോ. ഇപ്പോൾ എവിടെ നോക്കിയാലും ബ്ലഷാണല്ലോ, അപ്പോൾ ഇട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഞാൻ ഇടാറുണ്ട് കേട്ടോ. എനിക്ക് അറിയുന്ന പോലെയൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട് എല്ലാ പ്രൊഡക്റ്റും. ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ. ഇതും ഒരു 200 റേഞ്ചിൽ തന്നെയാണ് വരുന്നത്. അടുത്തതൊരു മസ്കാരയാണ് കേട്ടോ. ഇത് മെബലിൻ്റെ കൊളോസൽ മസ്കാരയാണ്. നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് വാട്ടർ പ്രൂഫാണ്. വാട്ടർ പ്രൂഫ് അല്ലാത്തതും ഉണ്ട് കേട്ടോ. ഇത് രാവിലെ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്ത പ്രൊഡക്റ്റാണ്. നമ്മൾ റിമൂവ് ചെയ്താൽ മാത്രമേ ഇത് ശരിക്കും പോരുള്ളൂ. 300 പ്രൈസ് റേഞ്ചിലേക്കാണ് ആമസോണിൽ കാണിക്കാറുള്ളത്. പലപ്പോഴും ഓഫർ ഉണ്ടാവാറുണ്ട് കേട്ടോ ഇതിന്. അടുത്തത് ഒരു മാർസിൻ്റെ സ്ട്രോപ്പ് ക്രീമാണ്. ഇതിപ്പോൾ ഭയങ്കര ട്രെൻഡിങ്ങിൽ നിൽക്കുന്നൊരു സംഭവമാണല്ലോ, അതുകൊണ്ട് ജസ്റ്റ് വാങ്ങിച്ച് നോക്കിയതാണ്. മാർസിൻ്റെ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ട്രോപ്പ് ക്രീമാണ് കേട്ടോ. ഇത് അത്യാവശ്യം ഗ്ലോ ഒക്കെ തരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ലോങ് ലാസ്റ്റ് ഒന്നും ചെയ്യണില്ല, പക്ഷെ നല്ല ചീക്കിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഗ്ലോ ഒക്കെ ഉണ്ട്. 240 രൂപയ്ക്കൊക്കെ ആമസോണിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ. ഷോപ്പിലും അവൈലബിൾ ആണ്. അടുത്തതൊരു ലിപ്പ് ലൈനറാണ് കേട്ടോ. ഇതൊരു റെഡ് കളർ ലിപ്പ് ലൈനറാണ്. എല്ലാത്തിലേക്കും മാച്ച് ആവുന്നൊരു കളറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വാങ്ങി വെച്ചു എന്നേ ഉള്ളൂ. അടുത്തതൊരു ഐബ്രോ പെൻസിലാണ്. ഇത് ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ബ്രൗൺ കളർ ആയതുകൊണ്ട് തന്നെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള രീതിക്കാണ് എഴുതിയാലുണ്ടാവുക. ബ്ലാക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ശരിക്കും വരച്ച പോലെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതൊരു വൃത്തികേടായിട്ടാണ് തോന്നുക. അപ്പോൾ ബ്രൗൺ കളറാണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല നാച്ചുറൽ ഫിനിഷിൽ കിട്ടും. അടുത്തതൊരു കാജലാണ്. ഇത് ഹിമാലയയുടെ കാജലാണ് കേട്ടോ. ഒരുപാട് കാജൽ ഇപ്പോൾ അവൈലബിൾ ആണെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് ഈ ഒരു കാജൽ എഴുതിയാൽ മാത്രമേ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. ഞാൻ ഏത് കാജൽ എഴുതിയാലും അതിൻ്റെ മുകളിലൂടെ ഈ ഒരു കാജൽ എന്തായാലും യൂസ് ചെയ്യും കേട്ടോ. ഇതൊരു കുറച്ച് റേറ്റേ വരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു 50 എങ്ങാനും റേറ്റേ വരുന്നുള്ളൂ. ഞാൻ മറന്നുപോയി. അടിപൊളി കാജലാണ് ഇത് ഹിമാലയയുടെ. അടുത്തതൊരു ഐലൈനറാണ്. ഇത് ഡാസ്ലറിൻ്റെ ഐലൈനറാട്ടോ. ഇത് തന്നെയാണ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറുള്ളത്. 1-2 ഐലൈനറൊക്കെ ഞാൻ വേറെ വാങ്ങിച്ച് നോക്കിയിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ അത്ര ലോങ് ലാസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇത് അടിപൊളിയാണ്. അടുത്തതൊരു പൊട്ടിൻ്റെ പാക്കറ്റാണ് കേട്ടോ. ഈ ഒരു പൊട്ടിൻ്റെ പാക്കറ്റിന് സ്ഥിരമായിട്ട് എൻ്റെ ബാഗിനകത്ത് ഉണ്ടാവാറുണ്ട്. പൊട്ട് തൊട്ടാലാണ് എനിക്ക് കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുക എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതുകൊണ്ട് ഞാനിത് കയ്യിൽ വയ്ക്കാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് കേട്ടോ എൻ്റെ വാട്ട്സ് ഇൻ മൈ ബാഗിലുള്ളത്. അപ്പോൾ ഇനി എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.